ചൈനയുടെയും തുർക്കിയുടെയും മാരകായുധങ്ങളുടെ രഹസ്യങ്ങളെല്ലാം ഇന്ത്യ മനസ്സിലാക്കി കഴിഞ്ഞു, ഇന്ത്യ സ്വന്തമാക്കി കഴിഞ്ഞു. ഓപ്പറേഷൻ സിന്ധുവിന്റെ വിജയത്തിന് ശേഷം ഇന്ത്യൻ വ്യോമസേന ഇപ്പോൾ കൂടുതൽ തന്ത്രപരമായ ഒന്നിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതായത് ഓപ്പറേഷൻ സിന്ധൂരിൽ ക്രൂരമായ ബലപ്രയോഗത്തിലൂടെ മാത്രമല്ല, രഹസ്യാന്വേഷണത്തിലൂടെയും തയ്യാറെടുപ്പിലൂടെയും കൂടെയാണ് ഇന്ത്യ പാകിസ്ഥാനുമേൽ ശക്തമായ പിടിമുറുക്കിയത്. അതായത് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മിസൈലുകൾ, ഡ്രോണുകൾ, റഡാർ സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ചൈനയുടെയും തുർക്കിയുടെയും സൈനിക ഹാർഡ്വെയറുകളുടെ യുദ്ധ വിവരങ്ങൾ ഇപ്പോൾ ന്യൂഡൽഹിയിൽ ഉണ്ട്, അതായത് ഇന്ത്യയിൽ ഉണ്ടെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ചൈനയുടെ ദീർഘകാല അഭിമാനം എന്ന് ചൈന പറയുന്ന PL-15 എയർ ടു എയർ മിസൈലും തുർക്കിയുടെ ഇഹാഡ് ഡ്രോണുകൾ, JF-17, J-10 യുദ്ധ വിമാനങ്ങളുടെ ഘടകങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള യുദ്ധതല ഡേറ്റ ഇതാദ്യമായി ഇന്ത്യ ഇപ്പോൾ കൈവശം വെച്ചിരിക്കുകയാണ്. ഇവിടെയും ഇന്ത്യ നിർത്തുന്നില്ല. ഭാവിയിലെ ഏതൊരു സംഘർഷത്തിലും ഇന്ത്യൻ വ്യോമസേനയ്ക്ക് മുൻതൂക്കം ഉറപ്പാക്കാൻ പ്രതിരോധ മന്ത്രാലയം ഒരു ബഹുതല പദ്ധതിക്കാണ് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത്. ബ്രസീലിൽ നിന്ന് 6 പുതിയ എംബ്രയർ വിമാനങ്ങൾ വാങ്ങുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഈ വിമാനങ്ങളിൽ ഇന്ത്യയുടെ സ്വന്തം നേത്ര മാർക്ക് 1 എ റഡാർ സംവിധാനങ്ങൾ ഘടിപ്പിക്കും. ഇത് ഇന്ത്യക്ക് വായുവിലൂടെയുള്ള നിരീക്ഷണ ശേഷി വർദ്ധിപ്പിക്കും. അതേപോലെ തന്നെ അമേരിക്കൻ KC-135 മിഡ് എയർ ഇന്ധനം നിറയ്ക്കുന്ന വിമാനം പാട്ടത്തിനെടുക്കുന്നതിനുള്ള ഒരു കരാറിനും സമാന്തരമായി ഇപ്പോൾ അനുമതി ലഭിച്ചിരിക്കുകയാണ്. 6 ഏരിയൽ ടാങ്കറുകൾ കൂടി വാങ്ങുന്നതിനുള്ള ചർച്ചകളും ഇന്ത്യ ഇപ്പോൾ നടത്തുന്നുണ്ട്. ഇന്ത്യൻ ജെറ്റുകൾ ശത്രുതാപരമായ വ്യോമാതിർത്തിയിൽ കൂടുതൽ നേരം നിൽക്കുന്നു എന്ന് ഉറപ്പാക്കാനും ഇന്ധനം നിറയ്ക്കുന്നതിന് ഇതിനൊരു പ്രശ്നം ഇല്ലാതാക്കാനുമുള്ള ലക്ഷ്യമിട്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഇന്ത്യ നടത്തുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യ ഇങ്ങനെ ഈ അടിയന്തരാവസ്ഥയെ പോലെ അതായത് പെട്ടെന്നുള്ള ഈ നീക്കങ്ങൾ നടത്തുന്നത് എന്ന് നോക്കിയാൽ, ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം അസ്വസ്ഥരായ പാകിസ്ഥാനികൾ പിന്തുണയ്ക്കായി ചൈനയെയും തുർക്കിയെയും കൂടുതൽ ആശ്രയിക്കുന്നുണ്ട്. അതായത് ബീജിംഗിന്റെ യുവാൻ ക്ലാസ് അന്തർവാഹിനികൾ, സായുധ ഡ്രോണുകൾ, ഫ്രിഗേറ്റുകൾ എന്നിവ പാകിസ്ഥാനിലേക്ക് എത്തിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുമുണ്ട്. അതേസമയം തന്നെ അങ്കാറ പാകിസ്ഥാൻ അന്തർവാഹിനികൾ നവീകരിക്കുന്നതിലും കോർവെറ്റുകളും F-16 സ്പെയറുകളും നിർമ്മിക്കുന്നതിലും പാകിസ്ഥാൻ തിരക്കിലുമാണ്. അതേപോലെ ഇന്ത്യക്ക് ഒരു വെല്ലുവിളിയായി ഇപ്പോഴും നിൽക്കുകയാണ് സ്വീഡിഷിന്റെ SAAB 2000ഉം ചൈനീസിന്റെ ZDK-03 വിമാനങ്ങൾ ഉൾപ്പെടെയുള്ള പാകിസ്ഥാന്റെ AEWC ഫ്ലീറ്റ്. ഇതിപ്പോഴും ഇന്ത്യക്ക് ഒരു വെല്ലുവിളി തന്നെയാണ് എന്ന് പറയേണ്ടി വരും. കാരണം 350 കിലോമീറ്റർ അകലെയുള്ള ഇന്ത്യൻ വിമാനങ്ങളെ കണ്ടെത്താൻ ഇവയ്ക്ക് കഴിയും. എന്നാൽ ഇന്ത്യയുടെ പ്രതികരണം വേഗതയുള്ളതും കണക്കുകൂട്ടിയതുമാണ്. പുതിയ AWACS വിമാനങ്ങളും അതേപോലെ തന്നെ S-400 സിസ്റ്റവും എല്ലാം കൂട്ടിച്ചേർത്ത് ഇന്ത്യ ഇതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്നുമുണ്ട്. നമ്മുടെ DRDOയിലെ വിദഗ്ധർ ഇപ്പോൾ ശത്രു ഡ്രോണുകളുടെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെയും മിസൈലുകളുടെയും എല്ലാം ഡിജിറ്റൽ ലോഗുകളെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത തവണ ഒരു സംഘർഷം പൊട്ടിപ്പുറപ്പെടുമ്പോൾ ഇന്ത്യ പ്രതികരിക്കുക മാത്രമല്ല, ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുന്ന തരത്തിൽ സമഗ്രമായ ഒരു പ്രതിരോധ തന്ത്രമാണ് ഇപ്പോൾ ഇന്ത്യ കെട്ടിപ്പടുക്കുന്നത്. പാകിസ്ഥാൻ സഖ്യകക്ഷികൾക്കും സെക്കൻഡ് ഹാൻഡ് ആയുധങ്ങൾക്കും വേണ്ടി പോരാടുമ്പോൾ ഇന്ത്യ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതവും ഭാവിയിലേക്കുള്ള കാഴ്ചപ്പാടുള്ളതും യുദ്ധത്തിന് പരീക്ഷിച്ചതുമായ ഒരു ആവാസ വ്യവസ്ഥയാണ് കെട്ടിപ്പടുക്കുന്നത്. ചൈനയുടെയും തുർക്കിയുടെയും മാരക ആയുധങ്ങളുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കുക എന്ന ഒരു ദൗത്യവുമായിട്ടാണ് ഇന്ത്യ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതേപോലെ തന്നെ ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും പാകിസ്ഥാൻ ഓരോരോ അവകാശവാദങ്ങളുമായി എത്തിയിരിക്കുകയാണ്. ഇന്ത്യയുടെ അത് തകർത്തു, ഇന്ത്യയുടെ ഇത് തകർത്തു. ഇപ്പോൾ പാകിസ്ഥാൻ എത്തിയിരിക്കുന്ന പുതിയൊരു അവകാശവാദവുമായിട്ടാണ്. അതായത് പാകിസ്ഥാന് ഇന്ത്യൻ സർവീസ് പബ്ലിക് റിലേഷൻസ് ഒരു ഞെട്ടിപ്പിക്കുന്ന അവകാശവാദമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ റാഫേൽ യുദ്ധവിമാനങ്ങളുടെ സെക്യൂർ ഡേറ്റ ലിങ്ക് അതായത് SDR തങ്ങളുടെ സൈന്യം വിജയകരമായി ലംഘിച്ചു എന്ന അവകാശവാദവുമായിട്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ എത്തിയിരിക്കുന്നത്. പാകിസ്ഥാൻ അനുകൂല അക്കൗണ്ടുകൾ വഴി സോഷ്യൽ മീഡിയ Xൽ ഇപ്പോൾ ഈ അവകാശവാദം വ്യാപകമായി പ്രചരിച്ചിരിക്കുകയാണ്. പാകിസ്ഥാന്റെ സൈബർ സിഗ്നൽ ഇന്റലിജൻസ് യൂണിറ്റുകൾ വിപുലമായ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് കഴിവുകൾ ഉപയോഗിച്ച് ഫ്ലൈറ്റ് പാത്തുകളും ആയുധനിലയും ഉൾപ്പെടെയുള്ള നിർണായക ഡേറ്റ, റാഫേലിന്റെ നിർണായക ഡേറ്റ തടഞ്ഞുവെച്ചു എന്നാണ് ഇവരിപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നത്. ഇതേ തരത്തിലുള്ള നിർണായകമായ അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ മറ്റു രാജ്യങ്ങൾ വിശ്വസിക്കുന്ന തരത്തിൽ, കുറച്ചെങ്കിലും വിശ്വസിക്കുന്ന തരത്തിൽ വേണം പ്രചരിപ്പിക്കാൻ. ഇന്ത്യൻ വ്യോമസേന പ്രവർത്തിപ്പിക്കുന്ന 4.5 തലമുറ മൾട്ടി റോൾ യുദ്ധവിമാനമായ റാഫേൽ വിമാനങ്ങൾ ഗ്രൗണ്ട് സ്റ്റേഷനുകൾ, ഉപഗ്രഹങ്ങൾ എന്നിവയ്ക്കിടയിൽ എൻക്രിപ്റ്റ് ചെയ്ത ആശയവിനിമയം സാധ്യമാക്കുന്നതിന് അതിന്റെ സെക്യൂർ ഡേറ്റ ലിങ്ക് അഥവാ SDR ആണ് ആശ്രയിക്കുന്നത്. തേൽസ് സ്പെക്ട്ര ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടിന്റെ ഭാഗമാണ് ഈ SDR.
ക്ലാസിക്കൽ കമ്പ്യൂട്ടിംഗ് രീതികൾ ഉപയോഗിച്ച് തകർക്കാൻ കഴിയാത്തതായി കണക്കാക്കപ്പെടുന്ന ഒരു സമ്മിതി എൻക്രിപ്ഷൻ അൽഗോരിതമായ അഡ്വാൻസ്ഡ് എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് അഥവാ AES 256 ആണ് ഇത് ഉപയോഗിക്കുന്നത്. ഈ AES 256 തകർക്കാൻ ഏകദേശം 6681 ലോജിക്കൽ കിറ്റുകളുള്ള ഒരു ക്വാണ്ടം കമ്പ്യൂട്ടർ ആവശ്യമാണ്. ഇതേ രീതിയിലുള്ള ഒരു ക്വാണ്ടം കമ്പ്യൂട്ടർ, അതായത് ഏകദേശം 6681 ലോജിക്കൽ കിറ്റുകളുള്ള ഒരു ക്വാണ്ടം കമ്പ്യൂട്ടർ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന്റെ സാങ്കേതിക വിദ്യ വളരെ പിന്നിലായതുകൊണ്ട് തന്നെ ഇത്തരം ഒരു നേട്ടം പാകിസ്ഥാൻ ഒരിക്കലും സ്വന്തമാക്കാൻ സാധിക്കുകയില്ല. പാകിസ്ഥാന്റെ കയ്യിൽ ഇതേ രീതിയിലുള്ള ഒരു ക്വാണ്ടം കമ്പ്യൂട്ടർ ഇല്ല. പാകിസ്ഥാൻ ഇപ്പോൾ ഈ അവകാശവാദം ഉന്നയിക്കുന്നത് ഇന്ത്യയുടെ റാഫേലിന്റെ SDR തകർത്തു എന്ന അവകാശവാദം പാകിസ്ഥാൻ ഉന്നയിക്കുന്നത് ഇത്രയും വിപുലമായ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ തങ്ങളുടെ കൈവശം ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇവിടുത്തെ രസകരമായ കാര്യം പാകിസ്ഥാന്റെ നാഷണൽ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററും സ്ട്രാറ്റജിക് പ്ലാൻസ് ഡിവിഷനും പ്രധാനമായും ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സിസ്റ്റങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അതിൽ ബീഡോ നാവിഗേഷൻ സിസ്റ്റവും ഹുവാവെ അധിഷ്ഠിത ആശയവിനിമയ ശൃംഖലകളും ഉൾപ്പെടുന്നു. 2021 1200 കിലോമീറ്ററിൽ കൂടുതൽ ക്വാണ്ടം കീ വിതരണം പ്രകടമാക്കി ക്വാണ്ടം ഗവേഷണത്തിൽ ചൈന പുരോഗതി കൈവരിച്ചിട്ടുണ്ടായി. എന്നാൽ ഇതിന്റെ പ്രവർത്തനത്തിലുള്ള ക്വാണ്ടം കമ്പ്യൂട്ടർ ഇപ്പോഴും പരീക്ഷണത്തിലാണ്. പിന്നെ ചൈനയുടെ കൈവശമുള്ള ജിയോഷാങ്ങും സൂചോങ്സെ സിസ്റ്റങ്ങളും യഥാക്രമം 76ഉം 113ഉം കിറ്റുകൾ മാത്രമേ നേടിയിട്ടുമുള്ളൂ. അതായത് ലോജിക്കൽ കിറ്റ് പരിധി വളരെ താഴെയാണ്. ഏകദേശം 6681 ലോജിക്കൽ കിറ്റുകൾക്ക് ശേഷിയുള്ള ഒരു ക്വാണ്ടം കമ്പ്യൂട്ടർ വികസിപ്പിക്കുന്നതിനോ നിലനിർത്തുന്നതിനോ ആവശ്യമായ വൈദഗ്ധ്യമോ സാമ്പത്തികമോ പാകിസ്ഥാന്റെ ആഭ്യന്തര സാങ്കേതിക മേഖലയിൽ ഇല്ല. ഇന്ത്യൻ സർവീസസ് ഇന്റലിജൻസ് നിയന്ത്രിക്കുന്ന രാജ്യത്തിന്റെ സിഗ്നൽ ഇന്റലിജൻസ് കഴിവുകൾ JY-27A റഡാർ പോലുള്ള ചൈനീസ് ഉപകരണങ്ങൾ പിന്തുണയ്ക്കുന്ന റേഡിയോ ഫ്രീക്വൻസി ഇന്റർസെപ്ഷൻ, അടിസ്ഥാന ക്രിപ്റ്റോഗ്രഫി തുടങ്ങിയ പരമ്പരാഗത രീതികളിൽ മാത്രമായി പാകിസ്ഥാൻ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. ജാം ചെയ്യാനോ അടിസ്ഥാനമായി ഡേറ്റ ശേഖരിക്കാനോ ഈ സംവിധാനങ്ങൾ ഫലപ്രദമാണ് എങ്കിലും ക്വാണ്ടം ലെവൽ പ്രോസസ്സിംഗ് ഇല്ലാതെ AES 256-നെതിരെ ഈ സംവിധാനങ്ങൾ ശക്തിയില്ലാത്തവ തന്നെയാണ്. അഥവാ പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ധുവിനിടെ ഇത്തരമൊരു സാങ്കേതിക വിദ്യ വിന്യസിക്കാനുള്ള ആശയം മുന്നോട്ട് വെക്കുകയാണെങ്കിൽ അവിടെ IAFന്റെ റാഫേൽ ജെറ്റുകൾ വിനാശകരമായ കൃത്യതയോടെ സ്കാൽപ്പ് മിസൈലുകൾ എത്തിച്ച് സാങ്കേതികവും ലോജിസ്റ്റിക്കൽ സാധ്യതയും ഇല്ലാതാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്പെക്ട്രയും SDRും സജ്ജീകരിച്ച റാഫേൽ ജെറ്റുകൾ 23 മിനിറ്റിനുള്ളിൽ കൃത്യമായ ആക്രമണങ്ങളാണ് പാകിസ്ഥാനിൽ നടത്തിയത്. 13 PIF വ്യോമത്താവളങ്ങളിൽ 11 എണ്ണത്തെയും തകർത്തു. IAFും സ്വതന്ത്ര സൈബർ വിദഗ്ധരും നടത്തിയ ഓപ്പറേഷൻ ശേഷമുള്ള വിശകലനത്തിൽ ഡേറ്റ ലംഘനങ്ങളുടെയോ SDR വിട്ടുവീഴ്ചയുടെയോ തെളിവുകളൊന്നും കണ്ടെത്തിയിട്ടുമില്ല. ടാർഗറ്റിംഗും നാവിഗേഷനും ഉൾപ്പെടെയുള്ള റാഫേലിന്റെ തത്സമയ ഡേറ്റ സുരക്ഷിതമായി തന്നെ തുടരുന്നു എന്നാണ് എയർ മാർഷൽ AK ഭാരതി 2025 മെയ് 11 നടത്തിയ പത്രസമ്മേളനത്തിൽ സ്ഥിരീകരിച്ചത്. IAFന്റെ വൻ വിജയത്തിന് ശേഷം മനോവീര്യം വീണ്ടെടുക്കാൻ വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ ജെറ്റുകൾ നിരീക്ഷിക്കുന്നുവെന്ന PIFന്റെ അവകാശവാദം കെട്ടിച്ചമച്ച ഒരു പ്രതിവാദമായിട്ട് ഇപ്പോൾ ഈ അവകാശവാദം ഉയർന്നു വന്നിരിക്കുന്നത്. അതായത് പാകിസ്ഥാന്റെ ഈ അവകാശവാദം സാങ്കേതിക യാഥാർത്ഥ്യത്തെക്കാൾ മനഃശാസ്ത്രപരമായ ഒരു യുദ്ധത്തിന്റെ ഫലം തന്നെയാണ്. റാഫേലിന്റെ SDRന്റെ ലംഘനം ആരോപിച്ചുകൊണ്ട് ISI ലക്ഷ്യമിടുന്നത് വ്യോമസേനയുടെ അത്യാധുനിക ആസ്തികളിലുള്ള ആത്മവിശ്വാസം തകർക്കാനും ഇന്ത്യയുമായി സാങ്കേതിക തുല്യതയുടെ പ്രതിച്ഛായ ഉയർത്തിക്കാട്ടാനുമാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.